രാത്രി 1 മണിക്ക് ശേഷം ഈ കഥ കേൾക്കരുതെന്ന് പറയാറുണ്ട്. കാരണം കഥ അവസാനിക്കുമ്പോൾ നിനക്കും ആ ശബ്ദം കേൾക്കാൻ തുടങ്ങും. തമിഴ്നാട്ടിലെ ഒരു കുന്നിൻ പ്രദേശം. അവിടെ ഒരു പഴയ ലോഡ്ജ് ഉണ്ടായിരുന്നു. റൂം നമ്പർ 17 വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കും. കാരണം ആ റൂമിൽ കയറിയവർക്ക് ഒരു കാര്യം പൊതുവായിരുന്നു: അവരെല്ലാവരും അടുത്ത ദിവസം സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കണ്ടുപിടിക്കപ്പെട്ടു. ഒരു ദിവസം യാത്രയ്ക്കിടെ മഴ കാരണം ഒരു യുവാവ് ആ ലോഡ്ജിൽ താമസിക്കേണ്ടി വന്നു. ലോഡ്ജ് ഉടമ പറഞ്ഞത് ഒറ്റ വാക്ക്: 17-ാം റൂമിന്റെ വാതിൽ ആരെങ്കിലും തട്ടിയാൽ തുറക്കരുത്. അവൻ ചിരിച്ചു. അത് പഴയ നാട്ടുകഥയാണെന്ന് കരുതി. രാത്രി 12 കഴിഞ്ഞു. മുഴുവൻ ലോഡ്ജും നിശബ്ദം. പെട്ടെന്ന് ടക് ടക് ടക്, വാതിലിൽ മുട്ടുന്ന ശബ്ദം. അവൻ ഉണർന്നു. പുറത്തൊരു സ്ത്രീയുടെ ശബ്ദം: ചേട്ടാ, വാതിൽ തുറക്കാമോ? എനിക്ക് പേടിയാകുന്നു. അവനൊന്നും പറഞ്ഞില്ല. 5 മിനിറ്റ് നിശബ്ദം. പിന്നെ വീണ്ടും ടക് ടക് ടക്. ഇപ്പോൾ ശബ്ദം മാറി. വളരെ വയസ്സായ ഒരു സ്ത്രീ പോലെ: ദയവായി തുറക്കൂ. അവന് പേടി തുടങ്ങി. അവൻ കീഹോളിലൂടെ പുറത്തേക്ക് നോക്കി. ആരുമില്ല. പക്ഷേ താഴെ നിലത്ത് വെള്ളം വീഴുന്നതുപോലെ ശബ്ദം. അവൻ പതുക്കെ വാതിൽ കീഴിലൂടെ നോക്കി. പുറത്തു നിന്നിരുന്നത് ഒരു സ്ത്രീയല്ല. മുകളിലെ സീലിംഗിൽ തലകീഴായി ഒട്ടിക്കിടക്കുന്ന ഒരു രൂപം. നീളമുള്ള മുടി താഴേക്ക് തൂങ്ങി. അത് പതുക്കെ കഴുത്തു തിരിച്ച് കീഹോളിലൂടെ അവനെ നോക്കി ചിരിച്ചു. അവൻ നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. പിറ്റേന്ന് രാവിലെ ലോഡ്ജ് ഉടമ വാതിൽ തുറന്നപ്പോൾ റൂമിനുള്ളിൽ ആരുമില്ല. പക്ഷേ ചുമരിൽ നഖം കൊണ്ട് ചുരണ്ടിയ ഒരു വാചകം മാത്രം: ഇനി 17-ാം റൂമിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഇതുപോലുള്ള ഭയപ്പെടുത്തുന്ന കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.